കോസിന്റെ ഭാഷയിൽ നിന്ന് താങ്കൾ അവസാനം കേട്ടത് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പി ജയരാജൻ എന്നുള്ളതാണ്. അപ്പോൾ ജയരാജനെ പോലെ ഒരാൾക്ക് ഇടം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധങ്ങളും ഉയരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിക്ക് പോലും ഇത്രയും പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഇടം ലഭിക്കാതെ പോയത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അത് ഒരു സ്വാഭാവികമായ, ഇപ്പോൾ AK ബാലനെ പോലെയൊക്കെ ഉള്ളവരുടെ പ്രതികരണം അനുസരിച്ച് എത്രയോ അംഗങ്ങളുണ്ട്, അവരിൽ എല്ലാവർക്കുമൊക്കെ പദവി നൽകുക എന്നത് സാധ്യമാണോ? ശ്രീകുമാർ മനയിൽ. അഭിലാഷ്, നിങ്ങൾ പാലക്കാട്, അഭിലാഷൻ നിങ്ങളെ 98-ലെ പാലക്കാട് സമ്മേളനം ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഇതുപോലെ ജീവിക്കുന്ന രക്തസാക്ഷികളായ MM ലോറൻസ് അടക്കമുള്ള ആളുകൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും വെട്ടി നീക്കപ്പെട്ടു. MM ലോറൻസിനെ പോലെ ആൾക്കൊന്നും, കേന്ദ്ര കമ്മിറ്റി അംഗമായ MM ലോറൻസിനെ പോലെയുള്ള ആൾക്കൊന്നും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല KN രവീന്ദ്രനാഥ്, VB ചെറിയാൻ അടക്കമുള്ള CATUവിൻ്റെ അന്നത്തെ പ്രബല ലോബി, എന്തിന് EMS നമ്പൂതിരിപ്പാട് 13ാം സ്ഥാനക്കാരനായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നതെന്ന് നിങ്ങൾ അങ്ങനെ അതപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമായ ചർച്ച ചെയ്യാൻ പോലും എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. CPM-ൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനം വച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ എപ്പോഴും അങ്ങനെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ആരെയാണോ എപ്പോഴാണോ ആവശ്യമുള്ളത് അവർ മാത്രമേ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവും. അത് ലെനിനിസ്റ്റ് പാർട്ടിയുടെ, അതാണ് ജനാധിപത്യ പാർട്ടിയും ലെനിനിസ്റ്റ് പാർട്ടിയും നമ്മൾ വ്യത്യാസം. അതാ ലെനിനിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും, ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൽ ആരാണോ ആവശ്യം ആ മനുഷ്യൻ മാത്രമേ അവിടെ കാണുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പത്മകുമാറിന് ആവശ്യമില്ല, ജയരാജന് ആവശ്യമില്ല, സുകന്യ അല്ലെങ്കിൽ മറ്റു അതായിട്ട് ബന്ധപ്പെട്ട ആരെയും ആവശ്യമില്ല, അവർക്ക് ബാലിന് ആവശ്യമില്ല. ആവശ്യമുള്ളവരെല്ലാവരും ഈ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അതാണ് എപ്പോഴും ഈ ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൻ്റെ ഒരിത്. അപ്പോൾ ML ലോറൻസ് ആരാണ്? എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയും കേരളത്തിലെ എന്ന് വെച്ചാൽ എന്താ CPM-ന്റെ ഏറ്റവും വലിയ വിപ്ലവത്തിന് മുന്നണി പോരാളിയായിരുന്ന MM ലോറൻസിനെ വെട്ടിക്കൂട്ടി അച്യുതാനന്ദൻ ദൂരം മൂലക്കിട്ട് കളഞ്ഞു. എന്തെങ്കിലും ഉണ്ടായോ? കാരണം അതുപോലെ അപേക്ഷിച്ചോക്കുകയാണെങ്കിൽ പത്മകുമാറും ഈ സുകന്യയും ജയരാജനൊന്നും ഒന്നുമില്ല. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ജയരാജനെ വിളിക്കുന്ന വെച്ചാൽ അതിനേക്കാൾ വലിയ രക്തസാക്ഷിയായിരുന്നു ഈ ലോറൻസ് ചേട്ടൻ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ പിണറായി വിജയനാണ് പാർട്ടിയുടെ അവസാന വാക്ക്. സ്റ്റാലിൻ മരിക്കുന്നത് വരെ സ്റ്റാലിൻ മാത്രമാണ് ശരിയെന്നാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനാണ് ശരി. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ത് ശരിയായിരിക്കും? പിണറായി വിജയന് താല്പര്യമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങ് ലോക്കൽ കമ്മിറ്റി വരെയുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയനും പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി സംവിധാനമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ഈ ടോപ്പ് ടു ബോട്ടം സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ കമ്മിറ്റിയിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ലെനിനിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ. നാളെ പിണറായിക്ക് ശേഷം ശക്തനായിട്ടൊരു നേതാവ് വരുവാണെങ്കിൽ ആ നേതാവ് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുള്ളൂ. VS അച്യുതാനന്ദൻ്റെ കാലത്ത് നിങ്ങൾ നോക്കിയോ, 98-ൽ VS പറയുന്നതല്ലാതെ VSന് താല്പര്യമില്ലാത്ത ഒരാൾ പോലും കമ്മിറ്റിയിൽ ഉണ്ടായില്ല. EMS പോലും 13ാം സ്ഥാനക്കാരനായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത്. എന്തോ 1-2 വോട്ട് വ്യത്യാസം വന്നത് EMS അടിച്ചു പുറത്തു പോയനെ. EMS സംഭൂരിപ്പാട് 13ാം സ്ഥാനക്കാരൻ, അന്നേരം ഏറ്റവും അവസാനക്കാരനായിട്ട് വന്നതാണ് സംസ്ഥാന കമ്മിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് VS ആയിരുന്നു അവസാന വാക്ക്. അപ്പോൾ VSന് ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ കമ്മിറ്റിയിൽ വന്നുള്ളൂ. ഇപ്പൊ പിണറായിയാണ് അവസാന വാക്ക്. ഇപ്പൊ പിണറായിക്ക് ആവശ്യമുള്ള ആളുകൾ മാത്രമേ കമ്മിറ്റിയിലുള്ളൂ. ഇനി നാളെ റെജി ലൂക്കോസാണ് അവസാന വാക്കെങ്കിൽ റെജി ലൂക്കോസിന് താല്പര്യമുള്ളവർ മാത്രമേ കമ്മിറ്റിയിലുള്ളൂ. ജനാധിപത്യ വിരുദ്ധമായ സംഘടനാ സംവിധാനമുള്ള എല്ലാ പാർട്ടിയുടെയും അടിസ്ഥാന സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ആരാണോ ശക്തി, ആരാണോ ശക്തിമാൻ, ആരാണോ ശക്തി കേന്ദ്രം, അല്ലെങ്കിൽ അയാളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് താല്പര്യമുള്ളവർ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവർ, അവരുടെ വാഴ്ത്തുപാട്ടുകാർ മാത്രമേ ഈ കമ്മിറ്റികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ബംഗാളിലും കേരളത്തിലെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടി മുമ്പില്ലാത്ത വിധത്തിൽ പിണറായി സെൻട്രലൈസ് ചെയ്തു. പണ്ടെപ്പോഴും പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എപ്പോഴും 2-3 നേതാക്കന്മാർക്ക് പാർട്ടി നയിച്ചു. ഇപ്പോൾ AKG EMS, അതിന് മുമ്പാണെങ്കിൽ MN ഗോവിന്ദൻ നായർ, TV തോമസ്, അങ്ങനെ ഒരു പറ്റം നേതാക്കൾ. ഇപ്പോൾ VS അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ EK നായനാരേക്കാൾ പവർഫുൾ അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദൻ പറയുന്ന അച്യുതാനന്ദൻ്റെ കല്ലെ പിളർക്കുന്ന കൽപ്പനകളായിരുന്നു അന്ന് AK സെൻറ്ററിൽ പുറത്തിരിക്കുന്നത്. ഈ നയനാർ പോലും അച്യുതാനന്ദൻ പറഞ്ഞ വിട്ട് അപ്പുറം പോകില്ലായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവും പാർട്ടിയും എല്ലാം തന്നെ പിണറായി വിജയനായി മാറിക്കഴിഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സ്വഭാവം തന്നെയാണ്. കാരണം എപ്പോഴും അത് വ്യക്തി കേന്ദ്രീകൃതമായി മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ജനാധിപത്യം അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ ഒട്ടും ഇല്ലാത്തതുകൊണ്ടും ജനാധിപത്യ വിരുദ്ധത അതിൻ്റെ അന്തർലീനമായതുകൊണ്ടും നമ്മൾ ഈ പലപ്പോഴും പറയും അതിനകത്ത് അന്തർലീനമായ തിന്മയുണ്ട്. കാരണം ഒരിക്കലും പരാജയപ്പെട്ടവന്റെ അല്ലെങ്കിൽ ശക്തിയില്ലാത്തവന്റെ വാക്കുകൾക്ക് അവിടെ വില ഉണ്ടാവില്ല. ജനാധിപത്യ അതായത് ഈ കേഡർ പാർട്ടി സംവിധാനം എന്ന് പറയുന്നിടത്താണോ താങ്കൾ ഈ പറയുന്ന വിഷയം ഉണ്ടാകുന്നത്?
അത് തന്നെ കേഡറിസം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയാണല്ലോ. കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ പിന്നെ പിണറായിക്ക് താല്പര്യമുള്ളവരല്ലാതെ ഈ CPM-ൽ പിന്നെ ആരാണ് നിലനിൽക്കുക? MP ഗോവിന്ദനെ പോലെ ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആക്കി, വളരെ ദുർബലനായ സംസ്ഥാന സെക്രട്ടറി. പണ്ട് VS സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും എന്താണ് നയനാര് പോലും സംസ്ഥാന കമ്മിറ്റിയിൽ VS നിർത്തിപ്പോയിരിക്കുകയായിരുന്നു. അത്ര ശക്തനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു VS. അതുപോലെ തന്നെ പിണറായി എത്ര ശക്തനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അവിടെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഈ 98-ലെ സമ്മേളനത്തെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ധാരണയില്ല, എൻ്റെ വായനാനുഭവത്തിലും അത് കുറവാണ്. പക്ഷേ ഇതേ VS-നെയും പിന്നീട് വെട്ടിനിർത്തിയ ഒരു സാഹചര്യമുണ്ടല്ലോ. എൻ്റെ അഭിലാഷി, അതാണ് ഇതിന്റെ ഈ സംവിധാനത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. മറ്റേ ഡെങ് സിയാവോപ്പെങ്കിലും മാവോ സേത്തുങ്ങിനും സംഭവിച്ചത് എന്താണ്, സ്റ്റാലിന് സംഭവിച്ചത് എന്താണ്, ലെനിന് സംഭവിച്ചത് എന്താണ്, അത് തന്നെ VS-ന് സംഭവിച്ചു. പക്ഷേ പിണറായി കുറച്ചുകൂടെ ബുദ്ധിമാനായതുകൊണ്ട്, കാരണം വെച്ചാൽ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം തനിക്ക് പകരം വയ്ക്കാൻ കഴിയുന്ന ആൾക്കാരെ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം നേരത്തെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ വെട്ടിനിർത്തി മൂലം കിട്ടിയിരുന്നു. അതുകൊണ്ട് പിണറായിക്ക് കുറച്ചുകൂടെ പാർട്ടി നേതൃത്വത്തിന് കുറച്ചുകൂടെ ആയുസ് കിട്ടി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 75 വയസ്സിനുള്ള സംഭവം അല്ലെങ്കിൽ കൊണ്ടുവന്നില്ല എന്ന് വെച്ചു, അങ്ങനെ G സുധാകരനും തോമസ് ഐസക്കും ഒക്കെ അല്ലെങ്കിൽ MA ബേബിയൊക്കെ ഒരു കൂട്ടമായിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ പിണറായിക്ക് അതിലൊരു വെല്ലുവിളി ഉയർത്താൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന് കഴിയാത്ത വിധത്തിൽ അവരെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പിണറായി കഴിച്ചു എന്നുള്ളത്, പിണറായി ഇതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഇവർ ഈ എതിർ വിഭാഗത്തെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ പിണറായി കഴിഞ്ഞു. അതോടെ അദ്ദേഹം അവസാന വാക്കായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പാർട്ടി നിൽക്കുന്നു. ഇത് ഈ പത്മകുമാർക്ക് ഈ ഒരു പ്ലെയർ പോലുമല്ല. ഈ നമ്മൾ ഈ പറഞ്ഞ പത്മകുമാർ, സുകന്യ എന്നൊക്കെ പറയുന്നത് they are not players at all. എന്തായാലും